എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം. നീ എവിടേക്കാ പോയതെന്ന് എനിക്കറിയണം. പറയണം. നീ ഇനി അത് പറഞ്ഞേ പറ്റൂ. വീട്ടിൽ നിന്ന് സീത പോയത് എവിടേക്കാണെന്ന ബാലന്റെ ചോദ്യത്തിന് മുന്നിൽ സീത പരുങ്ങുന്നു. ആ രഹസ്യോ ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ ഇപ്പൊ നിന്റെ വയറ്റിൽ കിടക്കുന്നത്. സീതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് മറ്റാരുടെയാണെന്ന ഇന്ദുവിന്റെ വാദത്തിനെതിരെ സീത ശക്തമായി പ്രതികരിക്കുന്നു. ശിവയെ കാണുമ്പോൾ കുട്ടിമണിക്കുള്ള മാറ്റം പിച്ചള ശ്രദ്ധിക്കുന്നു. എന്റെ അമ്മ ചത്തുപോയപ്പോഴേ ഞാൻ അറിയാതെ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേ കണ്ണമ്പൂച്ച അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. ആര്, ശിവയോ? അതെ. ശാരദ മരിച്ച ദിവസം കണ്ടൻ പൂച്ച വയലോരം വീട്ടിൽ വന്നിരുന്നു എന്ന് കുട്ടിമണി പിച്ചളയോട് പറയുന്നു. വെറുതെ എന്നെ കല്യാണം കഴിച്ച് നവലേട്ടൻ കൂടി ആ ശാപത്തിന്റെ പങ്ക് പറ്റണ്ട. അങ്ങനെയൊന്നും പറയാതെടി, നിനക്കൊരു ജാതകദോഷവും ഇല്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ കണ്ണടച്ചാ നമുക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ. അതുമാത്രമല്ല, എന്നെപ്പോലെ രണ്ട് കെട്ടിയ ഒരുത്തിയല്ല നകുലേട്ടന് വേണ്ടത്. നല്ലൊരു പെണ്ണിനെ നകുലേട്ടന് കിട്ടും, അത് മതി. അതിനവൻ സമ്മതിക്കണ്ടേ? വല്യണ്ണന് ഭയങ്കര നിരാശയായിപ്പോയി. നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്നു തന്നെയാ ആ പാവം കരുതിയത്. നിരാശയൊക്കെ ഞാൻ മാറ്റിക്കോളാം. നകുലേട്ടനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ നകുലം വന്നല്ലോ. നകുലിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ. അയ്യോ, 100 വയസ്സ് വരെ ഒന്നും ജീവിക്കണ്ട. ഒരു 5-6 കൊല്ലം കൂടെ മതി. അതെന്താ നകുലേട്ടാ, ജീവിതം മടുത്തോ? ഒറ്റയ്ക്കുള്ളൊരു ജീവിതമല്ലടി, മടുക്കും. നകുലേട്ടനൊരു കല്യാണം കഴിക്ക. ഒന്ന് വേഷം കെട്ടിയത് പോരെ? അത് വിട് നകുലേട്ടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ തന്നെ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കാം. നകുലിനെ കെട്ടിച്ചേ അടങ്ങുന്ന വാശിയിലാ ഇവള്. ആ, നമുക്ക് നോക്കാൻ വാശി ജയിക്കുമെന്ന്. എന്നാ കുറച്ച് ഫ്രൂട്ട്സാ. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ പറയണം. എന്നോട് പറയണ്ട, അമ്മായിയോട് പറഞ്ഞാ മതി. പിന്നെ ആശുപത്രി പോകേണ്ടത് എപ്പോഴാണെന്നും പറയണം, ഞാൻ കൊണ്ടുപോവാം. നകുലേട്ടാ, അതൊക്കെ. ആ, പിന്നെ പണ്ട് നിർത്തിയ പഠിത്തം നിനക്ക് തുടരണമെങ്കിൽ പറഞ്ഞാ മതി. വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഞാൻ പഠിക്കാനോ ഇനി? പഠിക്കണമെങ്കിൽ എപ്പോ വേണമെങ്കിലും പഠിക്കാന്നല്ലേ നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാശിന്റെ കാര്യം നോക്കണ്ടടി, നമുക്ക് എങ്ങനെങ്കിലും ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നേ. പിന്നെ നാളെ അതും പറഞ്ഞ് നിന്നെ കെട്ടണമെന്നൊന്നും പറഞ്ഞ് ഞാൻ വരില്ല. നീ പേടിക്കണ്ട. നകുല, ചോറെടുക്കട്ടെ? ഞാൻ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. ആ, കള്ള് ഷാപ്പിന്ന് കഴിക്കാനല്ലേ? ഇന്നത് വേണ്ട, അമ്മ പോയി ചോറെടുക്ക്. ശരി, ഇവള് പറഞ്ഞിട്ട് കല്യാണം കഴിക്കൽ നടക്കും തോന്നുന്നില്ല. എന്നാ പിന്നെ ഇവള് വിളമ്പുന്ന ചോറെങ്കിലും കഴിക്കാം. അമ്മായി എടുക്ക്. എന്നതാ നീ എന്നതാണോ ചാടിക്കടിക്കാൻ വരുന്നത്? എന്നതാ പറഞ്ഞാലും നീ നിന്റെ അമ്മായി അമ്മയെ തൊഴുതാ മതി, എന്നെ തൊഴുവൊന്നും വേണ്ട. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഇവിടെ ചെറുക്കാൻ ഞാൻ നിന്നോട് വഴക്കിന് വന്നൊന്നുമല്ല. മയിലിനെ കുറിച്ച് നിനക്ക് എന്നതാടാ അഭിപ്രായം? ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. പിന്നെ മയിലിന്റെ പീലിയാണ് കണ്ണന്റെ തലയിലിരിക്കുന്നത്. നിന്റെ തലക്കകത്തിരിക്കുന്നത് കളിമണ്ണും. എന്തെങ്കിലും കാര്യമായിട്ട് പറയാൻ വരുമ്പോ അവന്റെ ഒരു തമാശ. എടാ, ഞാൻ എന്റെ മോള് മയിലമ്മയെ കുറിച്ചാ ചോദിച്ചത്. ആ, കൊഴപ്പില്ല. നല്ല പഠിത്തമുള്ള കൊച്ചാ. അതിന് ഞാൻ എന്നാ വേണമെന്ന് പറയേ. അതിനൊരു ജോലി എന്നീ വിചാരിച്ച സംഘടിപ്പിച്ചു കൊടുത്തൂടെ? അയ്യോ, ഞാനേ തൊഴിൽ വകുപ്പ് ഇന്ന് രാവിലെ വേറൊരു മന്ത്രിക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ വേറൊരു വകുപ്പ് എടുത്തു. ആ, നീ എടുത്തത് വനം വകുപ്പായിരിക്കും. നിന്റെ ഭാര്യ വീട്ടുകാരും ഇപ്പൊ അവിടെ കാണുമല്ലോ. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. നിങ്ങളോടെ മിണ്ടാൻ വരാത്തതിന്റെ മെയിൻ കാരണം ഇതാ. എടാ, നീ വിചാരിച്ച മയിലിനൊരു ജോലി ശരിയാക്കി കൊടുക്കാൻ പറ്റും. ആ, മൃഗശാലയിലോട്ട് പറഞ്ഞു വിട്. അവിടെ ഒരു മയിൽ ചത്തു മിനിങ്ങാന്ന്. നിന്റെ അമ്മായി അമ്മയെ കൂടെ പുറകെ പറഞ്ഞു വിട്. അവിടെ ഒരു കുരങ്ങും ചത്തായിരുന്നു. നിങ്ങൾ വഴക്കുണ്ടാക്കാൻ തന്നെ ഇറങ്ങിയിരിക്കും അല്ലേ? നിന്നോടൊരു സഹായം ചോദിച്ചപ്പം നീ കളിയാക്കുമ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യണോടാ? നിന്റെ മുമ്പിൽ ഞാനിങ്ങനെ തൊഴുത് പിടിച്ച് തമ്പുരാനെ കനിയണേ എന്ന് പറഞ്ഞ് നിൽക്കണോ? ഒന്നും അല്ലെങ്കിൽ നിന്നെ ഞാൻ കുറെ നാൾ എടുത്തോണ്ട് കിടന്നതല്ലേ. അതിന്
നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരു ജോലി ശരിയാക്ക്. നീ നിന്റെ ഭാര്യയുടെ കമ്പനിയുടെ കേടിയാണെന്നല്ലേ പറഞ്ഞത്? കേടിയല്ല, MD. ഓ, ആ സ്ഥാനപ്പേരൊന്നും എനിക്കറിയത്തില്ല. അതെ, കമ്പനിയിലൊക്കെ ജോലി വേണമെങ്കിൽ നല്ല പഠിത്തം വേണം. മിനിമം ഡിഗ്രി എങ്കിലും പാസ്സാവണം. നീ പറഞ്ഞ ഈ കിക്രിയൊക്കെ അവള് പാസ്സായിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. സർട്ടിഫിക്കറ്റോ? ആ, ജയിച്ചതിന്റെ കടലാസ്. ഓ, സർട്ടിഫിക്കറ്റ്. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല. മതിയോട് ചോദിക്കണം. ഓ, അതിപ്പോ നീ കുളിക്കുന്നത് പോലും അവളോട് ചോദിച്ചിട്ടാണല്ലോ. നീ ഒന്ന് ചോദിക്ക്, നടക്കും. അല്ല, എനിക്കൊന്ന് ആലോചിക്കണം. ജോലി ചോദിക്കാൻ വന്നപ്പോ തന്നെ നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരം. അപ്പൊ എങ്ങാനും ഇനി ജോലി കിട്ടിയാലോ? അതിന് നീ എന്നെയല്ലല്ലോ നിയമിക്കുന്നത്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. അന്യദേശത്തുനിന്ന് വന്ന ആരുമില്ലാത്ത ഒരാളാണല്ലോ എന്ന് കരുതിയിട്ടാ. പിന്നെ വലിയ ശമ്പളം ഒന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. വാട്ടുകപ്പ വാങ്ങിക്കാനുള്ള കാശെങ്കിലും കിട്ടുമല്ലോ, അത് മതി. ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ മതിയുടെ മുഖം തെളിഞ്ഞിരിക്കുമ്പോ ഞാനൊന്ന് ചോദിച്ചു ഓ, നോക്കാം. അതിന്റെ മുഖം എപ്പ തെളിയാനാ? നീ അങ്ങ് ചോദിക്കുക കയറി. പിന്നെ നിങ്ങൾക്ക് എന്നെ കൊലയ്ക്ക് കൊടുക്കാനല്ലേ? ഞാൻ അങ്ങ് സമയം പോലെ ചോദിച്ചോളാം കേട്ടോ. എന്റെ പെങ്കൊച്ചിനൊരു ജോലി കിട്ടിയാ മതിയായിരുന്നു. ഇല്ല. ആ, ശരി ശരി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. എടാ രവി, നിന്നോടൊരു കാര്യം പറയാനുണ്ട് എനിക്ക്. ആ, പറഞ്ഞോ. നിനക്കെന്താടോ ഒരു താല്പര്യമില്ലാത്ത പോലെ? ഓ, പറഞ്ഞോ. നിന്റെ മുഖം കുത്തി വെറുത്തിരിക്കുന്നു. പിന്നെ എപ്പോഴും എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നീ അങ്ങനെ നിന്റെ ഭാര്യയുടെ മുമ്പിൽ ഇരുന്നാ മതി. ഇതാണ് എനിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് പറയണം, അല്ലാതെ എനിക്കിട്ട് മാന്താൻ വരരുത്. മനുഷ്യനിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴാ. ഓ, നീ ഒബാമയുടെ പേഴ്സണൽ സെക്രട്ടറി ആണല്ലോ. എടാ, നിന്റെ ജാടയും ഗമയും എന്നോട് വേണം. നീ വള്ളിനിക്കറിട്ട് നടക്കുന്നത് കണ്ടവനാ ഞാൻ. എന്ന് വെച്ച് ഞാൻ ഇപ്പോഴും വള്ളി നിക്കറിട്ട് നടക്കണോ നിങ്ങൾക്ക് കാണാൻ? അല്ലേ, പറഞ്ഞോ ചെറുക്കനോട് കാര്യം തുടങ്ങുക. എന്നാ പിന്നെ പറഞ്ഞൂടെ? എടാ രവി, നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, ഈ വീട്ടിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതെന്താ? ഈ വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഈ വീടിന് തീ കൊളുത്തി കൂട്ടാത്മഹത്യ ചെയ്യാൻ പോകണം. നിന്റെ വായി പിന്നെ അതേ വരൂ. എടാ, ഇവിടെ ഒരു സർപ്പബലി നടത്താൻ പോവുക. സർപ്പത്തെ ബലി കൊടുക്കാനോ? ആർക്ക്? നീ കാര്യം അറിയാത്തവനെ പോലെ നടിക്കും കളിയൊക്കെ ഒന്നും വേണ്ട. ഇത് എല്ലാവർക്കും വേണ്ടിയാ. അതിനു വേണ്ടിയാ പൂജ നടത്തുന്നത്. പൂജ നടക്കോ ഓടുവോ ചാടുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അതിനിപ്പോ ഞാനെന്ത് വേണം? അതെന്തൊരു വർത്താനോടാ ചെറുക്ക. വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോ നിനക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? എടാ, നീ പറഞ്ഞ കൂട്ട് ആത്മഹത്യയൊന്നും നടക്കാതിരിക്കാനാ പൂജ. നല്ല പണച്ചെലവുള്ള പൂജയാ. നിന്റെ ഭാഗത്ത് നിന്ന് നീ എന്ത് ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കാം. അതല്ല, കാര്യമായിട്ട് എന്ത് ചെയ്യുമെന്ന്. ഞാനേ കാര്യമായിട്ട് പ്രാർത്ഥിച്ചോളാവേ. നീ വലിയ വർത്താനൊന്നും പറയണ്ട. നാളെ നീ മോങ്ങുമ്പോ നിന്റെ കൂടെ കരയാൻ ആരുണ്ടായത് വരില്ല. ഞാൻ ഒറ്റയ്ക്ക് കരഞ്ഞോളാം. ഒറ്റയ്ക്ക് കരയുന്നത് ചിരിക്കുന്നതാ എനിക്കിഷ്ടം. അതിന്റെ പേര് ഇഷ്ടമെന്നല്ല, ഭ്രാന്ത. ആ, ഇതാ ഒരു കാര്യത്തിനും ഞാൻ സഹകരിക്കാത്തത്. എടാ രവി, ഈ വീട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ നീ അല്ലയോ? അപ്പൊ നീ വേണ്ടേ മുമ്പിൽ നിൽക്കാൻ? ആ, അതൊക്കെ ശരിയാ. എന്നാലും മതിയായിട്ട് എനിക്കൊന്ന് ആലോചിക്കണം. നീ നിന്റെ ഭർത്താവുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്താൽ മതി. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് നിന്നാലല്ലോ കുഴപ്പം. എടാ ചെറുക്ക, നീ ആ ജോലിക്കാര്യം കൂടി ചോദിച്ചോണേ. നിങ്ങൾക്ക് നാണോ ഇല്ല മനുഷ്യ എന്നോട് ഇതൊന്നും പറയാൻ? അല്ല പൊന്നെ, അപ്പച്ചപ്പനും അപ്പച്ചമ്മയും. ഓ, പുല്ലും തേനും കുപ്പച്ചമ്മയും കുപ്പച്ചപ്പനും. അല്ല മതി, ഞാനും കേട്ടു ഈ സർപ്പബലി എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാന്നാ. എന്ത് കുന്തമാണെന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഇതിന് കൂട്ടു നിക്കത്തില്ല. ഞാൻ മാത്രമല്ല, നിങ്ങളും കൂട്ടു നിക്കത്തില്ല. 10 പൈസ എന്റെ കയ്യിൽ കിട്ടത്തുമില്ല. ഈ പാമ്പുകളുമായിട്ടുള്ള ഇടപാടായതുകൊണ്ടാ. അതിന് ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. ഇങ്ങനൊരു കോൾ ഇവിടെ മുൻകൂട്ടി ആലോചിക്കുന്നുണ്ട്, പൈസ ചോദിച്ചുകൊണ്ട് വരും എന്നൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ? അതെല്ലാം നിങ്ങൾ തലകുലുക്കി കേട്ടിട്ട് അവരെല്ലാം കൂടെ വളഞ്ഞു നിന്ന് ഓതിയപ്പോ അതിന്റെ ബാക്കി ആലോചിക്കാനായിട്ട് എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും എന്റെ പൊന്നിനോട് ആലോചിച്ചിട്ടല്ലേ ചെയ്യൂ. അതുകൊണ്ടാ രവിയേട്ടൻ വന്നത്. എന്നാ പിന്നെ രവിയേട്ടന്റെ പൊന്ന് പറയുവാ, നിങ്ങൾ ആ കാര്യത്തിന് കൂട്ടു നിൽക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല. ഇല്ല, ചെയ്യുന്നില്ല. ആ പൊന്നെ, എന്നതാ പറയ്. അല്ല, അത് പിന്നെ അപ്പച്ചിയമ്മ ഒരു കാര്യം ചോദിച്ചിരുന്നു. എന്ത് കാര്യം? അല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ
പൊന്നെ എന്നോട് ദേഷ്യപ്പെടരുത്. കാര്യം പറ രവിയേട്ടാ, ചുമ്മാ മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കാതെ. അതെ, ഒരു ജോലി കൊടുക്കാമോന്ന്. ആർക്ക്? അവർക്കോ? അവർക്ക് പണി കൊടുക്കാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ലല്ല, അപ്പച്ചിയമ്മയ്ക്കല്ല. പിന്നാർക്ക്? അവരുടെ കെട്ടിയോനോ? അതുമല്ല പൊന്നെ. പിന്നെ ആർക്കാ, ഏതാ, എന്താന്നൊന്ന് തെളിച്ച് പറ. മയിലിന്. മയിലിന്? അല്ല, മയിലമ്മയ്ക്ക് നമ്മുടെ കമ്പനിയിൽ എങ്ങാനും ഒരു ജോലി കൊടുക്കാമെന്ന് ചോദിച്ചു. എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ഇത് പറയാൻ എങ്ങനെ ധൈര്യം വന്നു മനുഷ്യ? മയിലിന് ജോലി ഉണ്ടാക്കണം പോലും നാണോ ഇല്ലാത്ത മനുഷ്യൻ. അവര് പതുക്കെ പതുക്കെ അവളെ നിങ്ങളുടെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുവോ? മനസ്സിലായോ? അത് തിരിച്ചറിയാനുള്ള ബുദ്ധി ബോധമൊക്കെ എനിക്കുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ അവളുടെ പേരെങ്ങാനും നിങ്ങളുടെ വായിക്കാത്തൊന്ന് വന്നാലുണ്ടല്ലോ, നിങ്ങളുടെ നാക്ക് ഞാൻ മുറിച്ചോളയും, പല്ല് ഞാൻ കുത്തിപ്പറിക്കും. പറഞ്ഞാട്ടല്ലോ. ഞാനൊന്നും മിണ്ടത്തില്ല മതി. മയിലിന് ജോലിയെന്ന് പറഞ്ഞോണ്ട് വന്നേക്കുന്നു. അവക്ക് വേണ്ട പണി ഞാൻ കൊടുത്തോളാം കേട്ടോ. താമസിയാതെ കാണിച്ചു തരാം. സർപ്പബലി, മയിലിന്റെ ജോലി, അതെല്ലാം കേൾക്കാൻ ഇവിടെ ഒരു മരം കോടനും. ഇന്ദുവെടുത്തി, പുതിയൊരു കോള് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ കല? എന്റെ ഇന്ദുവെടുത്തി, ഇങ്ങനെ ആടി തൂങ്ങിയിരിക്കാതെ ഇങ്ങോട്ടൊന്ന് നോക്ക്. കല കാര്യം പറഞ്ഞോ? ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം, ഇവിടെ ഒരു മാമാങ്കം നടക്കാൻ പോവുകയാണെന്ന്. ഏതാ? ആ സർപ്പബലിയുടെ കാര്യം. ആ, അത് തന്നെ, സർപ്പബലി. കുപ്പച്ചിയമ്മയെ പാമ്പ് കടിച്ചതിന് കാവടി വല്യപ്പൻ നേർന്നതാണെന്ന്. രവിയേട്ടനോട് സഹായാഭ്യർത്ഥനയുമായിട്ട് വന്നായിരുന്നു. എന്തെങ്കിലും ചെയ്യട്ടെ കല്ലേ. ഇന്ദുവെടുത്തി അങ്ങനെ പറയല്ലേ. ഇത്തരം അനാചാരങ്ങളൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിന്റെ പേരിൽ ഒരു ചില്ലി കാശ് പോലും കൊടുക്കാനും പാടില്ല. കാശ് കൊടുക്കാതിരിക്കാൻ നമുക്ക്, പക്ഷെ വിശ്വാസം അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ കലേ? അത് മുടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? മുടക്കണം. കാര്യമുണ്ട്. അതാ. എന്ത് കാര്യം? പറയാം. ഈ സർപ്പബലിയെക്കുറിച്ച് പറയാനാ കുപ്പച്ചിയപ്പൻ അയാളുടെ മയിലമ്മ മോളെയും കൊണ്ട് കഴിഞ്ഞ ദിവസം കുട്ടിമണിയുടെ വീട്ടിലേക്ക് പോയത്. ആണോ? ആ, അതെ, ഉറപ്പാ. അതുകൊണ്ട് തന്നെ എനിക്ക് ബലമായ ഒരു സംശയമുണ്ട് ഇന്ദുവെടുത്തി. എന്താ കലേ? ഈ നടക്കുന്ന പൂജ കുട്ടിമണിയുടെ കുഞ്ഞിനു വേണ്ടിയാണോന്ന്. കുട്ടിമണിയുടെ കുഞ്ഞിനു വേണ്ടിയോ? ആ, കുട്ടിമണിയുടെ കുഞ്ഞിനു വേണ്ടി തന്നെ. അതിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി. പുറമേ കുപ്പച്ചിയമ്മയ്ക്ക് വേണ്ടി നടത്തുന്ന പൂജ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്യം കുട്ടിമണിയുടെ കുഞ്ഞിന്റെ രക്ഷ തന്നെ. ആ കുഞ്ഞു ജനിച്ച എന്താ ഉണ്ടാവുന്നെന്ന് അറിയാലോ? അറിയാം. നമ്മളിൽ ഒരാള് വിധവയാവും. അല്ലെങ്കിൽ തന്നെ ഒരു വിധവയുടേതുപോലെയുള്ള ജീവിതമാ ഇപ്പൊ എന്റേത്. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്തു വില കൊടുത്തും സർപ്പബലി മുടക്കണം. അയ്യോ കലേ, അതൊക്കെ വലിയ പൂജയാ. എനിക്ക് പേടിയാ പാമ്പുകളോട് കളിക്കാൻ. അതിന് നമ്മൾ രണ്ടുപേരും കൂടെ എന്നാ സർപ്പയജ്ഞത്തിന് പോവുകയാണോ? അല്ലല്ലോ. ആവശ്യമില്ലാത്ത ഒരു പൂജയും ഇവിടെ വേണ്ടാന്ന് പറയുന്നു. അതല്ല, നമ്മുടെ ഭർത്താക്കന്മാരുടെ എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ നമ്മൾ അത് മുടക്കുന്നു. എന്നാലും എന്റെ കലേ, ചിന്തിക്കുമ്പോ പേടി തോന്നുക. ഏത് ദൈവങ്ങളെ നിന്ദിച്ചാലും നാഗദൈവങ്ങളോട് കളിക്കാൻ പോവരുതെന്ന് എന്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രായമുള്ളവരങ്ങനെ പലതും പറയും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും എന്റെ സമയം മോശമാക്കല്ലേ. എന്തോന്ന് സമയം? വാച്ച് മനുഷ്യനുണ്ടാക്കുന്നതല്ലേ? അപ്പൊ നമ്മുടെ സമയവും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാ. ഇന്ദുവേടത്തി മുന്നിൽ നിൽക്കണ്ട, എന്റെ പിന്നിൽ നിൽക്കാൻ പറ്റുമോ അത് പറ. ഇനി ഞാൻ ഏറ്റു. എന്നെ ധിക്കരിച്ചെങ്ങാനും ഇവിടെ സർപ്പബലി നടത്താൻ വന്ന നരബലിയാക്കും ഞാനത്. എന്നക്കാ? എടീ, അക്കേം ചക്കയൊക്കെ അവിടെ നിക്കട്ടെ. ഇവിടെ എന്തോ വലിയ പൂജ നടക്കാൻ പോകുന്നു കേട്ടു. ആരടി അതിന്റെ സംഘാടക? നീയാണോ? ഇല്ലക്കാ, പെരിയപ്പ പറഞ്ഞു അമ്മാവക്ക് വേണ്ടി. പെരിയപ്പ പറഞ്ഞു അമ്മാവക്ക് വേണ്ടി. നീ അതിന്റെ എല്ലാ ഏർപ്പാടും അങ്ങ് നടത്തൂ. നിനക്കാണല്ലോ നാട്ടുകാരെയും പൂജാരിയെയും കുട്ടിമണിയും ഒക്കെ വിളിക്കാൻ മുണുമുണുപ്പും കുണുമുണുപ്പും. അക്കാ, ഞാൻ சொல்றது കേള്. പെരിയപ്പാവാ ഇവിടെ ഒരു പൂജയെ പറ്റി പറഞ്ഞത്.
സർപ്പബലി വലിയ പൂജയാക്കാം. അത് എന്റെ വീട്ടുക്ക് ഒരുപാട് ഐശ്വര്യം തരും. ഐശ്വര്യം കുന്തം. ഇനിയിപ്പൊ ഈ പൂജ നടത്തിയിട്ടുള്ള ഒരു ഐശ്വര്യത്തിന്റെ കുറവ് കൂടെ ഉള്ളൂ. ദേ, നിന്നോട് വളരെ വ്യക്തമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിന്റെ പെരിയപ്പാവും അമ്മാവും മുമ്പോട്ട് വന്ന നീ അവരെ പറഞ്ഞു വിലക്കണം. ഇവിടെ അത്തരം പൂജയും കീജൊന്നും വേണ്ട. ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അതെ, ഞങ്ങൾക്ക് വിശ്വാസവും താല്പര്യവും ഇല്ലാത്ത ഒരു കാര്യവും ഇവിടെ വേണ്ട. ഇനി അഥവാ അങ്ങനെ ഒരു താല്പര്യം ഞങ്ങൾക്കും കൂടെ തോന്നുന്ന കാലത്ത് അതേപറ്റി ആലോചിക്കാം. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഞങ്ങളെ ധിക്കരിച്ച് സർപ്പക്കളം ഇടാനോ പൂജ നടത്താനോ തീരുമാനിച്ച നീയും നിന്റെ അമ്മാവും പെരിയപ്പാവും ഈ ഗേറ്റിന് വെളിയിലിരുന്ന് പുള്ളുവൻ പാട്ട് പാടും. കേട്ടോ? പറഞ്ഞില്ലെന്ന് വേണ്ട. பழனி ஆண்டவா, நீதான் துணை. ഹലോ, ഒരു മാസത്തേക്ക് നെറ്റിന്റെ ചാർജ് എത്രയാന്ന് ചോദിച്ചേക്ക്. 3G ഒന്നും പോരാ, 4G തന്നെ വേണം. കാര്യങ്ങളൊക്കെ വേഗത്തിൽ നടക്കണ്ടായോ? അതെ, കുറച്ച് നല്ല പാട്ട് സെൻഡ് ചെയ്തേക്ക്. അയ്യോ, തമിഴ് പാട്ട് മതി, തമിഴ് പാട്ട്. ഈ ഡപ്പാങ്കുത്ത് കേട്ടോണ്ട് തറ തുടച്ചാലേ പെട്ടെന്ന് തീർന്നു പോവും. അതാ. ആ ശരി ശരി, ഞാൻ വിളിക്കാം. യു കോൾ ബാക്ക് മീയേ. ആഹാ, നിനക്ക് മൊബൈൽ ഫോണൊക്കെ ആയോ? മൊബൈൽ ഫോണൊക്കെ ആയി. പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടല്ലോ. ആഹാ, മാഡം കണ്ടിട്ടില്ലേ? എന്ത്? ഫേസ്ബുക്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു പേജ് തന്നെയുണ്ട്. ചൂല് ശീലാവതി, അതാ പേജിന്റെ പേര്. എന്റെ മാഡം, ചൂല് പിടിച്ചോണ്ട് നിൽക്കുന്ന എന്റെ പടം കണ്ടിട്ടേ ഒരാള് കമന്റ് ഇട്ടിരിക്കുക, അരവിന്ദ് കേജ്രിവാളിന്റെ പെങ്ങളാണോന്ന്. പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്, AKSA, ആൾ കേരള സർവൻസ് അസോസിയേഷൻ. ഇനിയിപ്പോ തറ തുടയ്ക്കുന്നതിനുള്ള കാശ് സ്ക്വയർ ഫീറ്റ് കണക്കാക്കി വാങ്ങിച്ചാ മതിയെന്നാ ഞങ്ങളുടെ തീരുമാനം. എല്ലാരും വീട് പണിയുന്നത് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയാണല്ലോ, പിന്നെന്താ? നീ വലിയ വാചകം ഒടിക്കാതെ അടുക്കളയിലേക്ക് ചെന്ന് വല്ലതും ഉണ്ടാക്കാൻ നോക്ക്. ഓ, മതികലമോള് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ രവിയും കാണും. കാര്യം ആളൊരു മണുകുണാഞ്ചനാണെങ്കിലും മരുമകനായി പോയില്ലേ, സൽക്കരിക്കാതെ പറ്റത്തില്ലല്ലോ. മണുകുണാഞ്ചനായത് ഒരു കണക്കിന് നല്ലതല്ലേ മാഡം? മോളും മാഡം ഒക്കെ പറയുന്നത് വരവണ്ണം തെറ്റാതെ അനുസരിക്കുന്നുണ്ടല്ലോ. അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. മാണിക്യമംഗലത്തുകാരുടെ കാശുകൊണ്ടാ അവനിങ്ങനെ തടിച്ചു കൊളുത്തിരിക്കുന്നത്. അവനെ ഇപ്പൊ ഒന്ന് തൂക്കി നോക്കിയാൽ കല്യാണ സമയത്തെക്കാളും 10 കിലോ തൂക്കം കൂടുതൽ കാണും. അത് ശരിയാ. എന്റെ പൊന്നു മതി, സർപ്പബലിയുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട. നിങ്ങൾ എന്തിനായി പേടിക്കുന്നത്? നിങ്ങളുടെ ഭാവം കണ്ടാ തോന്നൂല്ലോ നിങ്ങളെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നേണെന്ന്. എന്നാലും ഒരെന്നാലും ഇല്ല. എന്റെ വീട്ടിൽ പറയാതെ ഒരു കാര്യവും ഞാൻ ചെയ്തില്ല. ഇങ്ങോട്ട് വാ മനുഷ്യ, അങ്ങോട്ട്. അമ്മേ, ഞാൻ നിങ്ങളെ നോക്കി നിൽക്കായിരുന്നു. ഞാനും. നിങ്ങളെന്തിനാ ഞങ്ങളെ നോക്കിയിരിക്കുന്നത്? അവരൊന്നും നോക്കിയിരുന്നു വെച്ച് എന്താ പൊന്നെ? കുന്തം, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കു മനുഷ്യ. ഒരു സപ്പോർട്ടിന് വന്നേക്കുന്നു. ഒരു പ്രധാന കാര്യം പറയാനാ അമ്മ വന്നത്. എന്താ? ആ, അതൊക്കെ വലിയ രസമാ. വയലോരം വീട്ടിലെ പുതിയ തമാശ. തമാശയോ? എന്ത് തമാശ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മനുഷ്യ. അമ്മ, അതെ, അവിടെ ഒരു സപ്രബലി. സപ്രോ? അല്ല, സർപ്പബലി. പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. സർപ്പബലി. സർപ്പബലിയോ? ഒന്ന് കേറി പോകുന്നുണ്ടോ? എന്നാത്തിനാ സർപ്പബലി? എന്നെ കുന്തത്തിനാണെന്ന് ആർക്കറിയാം? ഇവരുടെ വീട്ടിൽ പിന്നെ മൊത്തത്തിലങ്ങ് പ്രാന്തല്ലേ. ആ വട്ട് കിളവിയെ പാമ്പ് കടിച്ചതിന്റെ പരിഹാരമാണെന്ന് സർപ്പബലി. ആവശ്യമില്ലാത്ത ഓരോ കോളുകളാ, വെറുതെ കാശ് കളയാനായിട്ട്. അല്ലമ്മേ, ഈ സർപ്പബലി എന്നൊക്കെ പറഞ്ഞാ നമ്മളത് ചെയ്യുന്നത് നല്ലതല്ലേ? ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ചെയ്യണം. രവി ഇപ്പോ മതിയുടെ കാശ് കണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അയ്യോ, ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല.
അപ്പച്ചിയപ്പനും അപ്പച്ചിയമ്മയൊക്കെ പറഞ്ഞിട്ടാ. കുപ്പച്ചിയമ്മയും കുപ്പച്ചിയപ്പനും നിങ്ങക്ക് നട്ടലില്ലാത്തോണ്ടാ അവരവിടെ കിടന്ന് വിളയുന്നത്. ആ പാണ്ടിച്ചി. നീ എന്തിനാ മോളെ രവിയോട് ഈ കാര്യത്തിലൊക്കെ അഭിപ്രായം ചോദിക്കാൻ പോകുന്നത്? നിനക്കിഷ്ടമില്ലാത്തതൊന്നും അവിടെ വേണ്ട. രവിയെ നിന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരു ഭർത്താവാ. നീ അങ്ങനെയല്ല. നീ വായിൽ സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ചവളാ. മതിയുടെ വർത്താനം കേൾക്കുന്നവര് പറയുന്നതേ മതിയുടെ വയലിൽ സ്വർണ്ണക്കരണ്ടിയല്ല കോടാലിയാണെന്നാ. രവി എന്താ എന്റെ പെങ്കൊച്ചിനെ കളിയാക്കാണോ? അയ്യോ അല്ലമ്മേ, ഞാൻ ഈ കേട്ട കാര്യം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങള് വീട്ടിലോട്ട് വാ, ശരിയാക്കി തരാം. എന്റെ പൊന്നു മതി, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വന്നപ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പണഞ്ഞു വന്നപ്പോ പണഞ്ഞു. എന്റെ നാക്ക് ഇങ്ങനെ ആയതുകൊണ്ടാ നിങ്ങൾ ആരും എടുത്തിട്ട് ഞോണ്ടാതിരിക്കുന്നത്. അതൊക്കെ അറിയാൻ പൊന്നെ. ഒന്ന് കുന്തം. സർപ്പബലിയും നരബലിയും ഒന്നും വയലോരം വീട്ടിൽ വേണ്ടാന്ന് നീ അങ്ങ് തീർത്ത് പറഞ്ഞേക്കും മോളെ. അതിന്റെ പേരിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. അയ്യോ അമ്മേ, പാമ്പ് കൊത്തു അമ്മേ. പാമ്പ് പിന്നെ നക്കുവാണോ? രവിയുടെ പാട് നോക്ക്. 18-ാം നൂറ്റാണ്ടിലെ ഓരോ ആചാരങ്ങളും കൊണ്ട് വന്നിരിക്കുന്നു. രവിയും വന്നോ? വയലോരത്ത് ഏതാണ്ട് പൂജ നടക്കാൻ പോവാണ്. വയലോരത്ത് പൂച്ച നടക്കുന്നു നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിയുമെന്ന് നേരത്തെ പറഞ്ഞതല്ലേ. ആ സോഴ്സ് ഏതാന്നാ ചോദിച്ചത്. ഓ, നീ വലിയ മിടുക്കിയല്ലേ. നിന്റെ അമ്മയേക്കാൾ വലിയ മിടുക്കി. പറ്റുമെങ്കിൽ കണ്ടുപിടിക്കേ. ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്കാനും ബ്രേക്ക് ചെയ്യാനും ഒക്കെ എനിക്കറിയാം. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തി വന്നിട്ടുണ്ട് വയലോരം വീട്ടില്. നിങ്ങളുമായിട്ട് അവക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്നാ എന്റെ ബലമായ സംശയം. നിർത്തടി. നീ ഇതുവരെ കണ്ട കഥയൊക്കെ അങ്ങനെയായിരിക്കും. നിന്റെ ഭാവനാ സൃഷ്ടിയിലേക്ക് ഈ മഹാദേവൻ തമ്പിയെ കണക്ട് ചെയ്യരുത്, കേട്ടല്ലോ. ഞാൻ അറിഞ്ഞിടത്തോളം ആ വീട്ടിലുള്ള നല്ലൊരു കൊച്ചാ. നീ വേണമെങ്കിൽ അതിനെ കണ്ടുപിടിക്കേ. തമിഴത്തിയുടെ മഹാത്മ്യൊന്നും എന്റെ മുമ്പിൽ വിളമ്പണ്ട. ഞാനേ എനിക്ക് തോന്നിയ പോലെ ജീവിക്കത്തുള്ളൂ. അതിന്റെ ഗുണമാ നീ കണ്ടോണ്ടിരിക്കുന്നതും അനുഭവിക്കുന്നതും. നിങ്ങൾ വീട്ടിൽ വന്ന പിള്ളേരോട് വഴക്കിന് നിൽക്കാണോ? ഞാൻ വഴക്കിനൊന്നും വന്നതല്ല. പക്ഷേ നിന്നോട് നിന്റെ മോളോട് സംസാരിച്ചാൽ അത് 3-ാമത്തെ മിനിറ്റിൽ വഴക്കായി മാറും. വീട്ടിലെന്താ രവി? സർപ്പപൂജ. സർപ്പ ബലിയാച്ചാ. അന്ന് അപ്പച്ചമ്മയെ പാമ്പ് കടിച്ചില്ലായിരുന്നോ? അന്നേരം നേർന്നതാ. പാമ്പ് കടിച്ചെങ്കിൽ അവര് രക്ഷപ്പെട്ടില്ലേ? ഇനിയിപ്പോ എന്തിനാ കാശ് മുടക്കുന്നത്? എന്നാലും പറഞ്ഞ നേർച്ചകളൊക്കെ ചെയ്യണം രവി. വഴിപാട് നേർച്ചകളൊന്നും നമ്മൾ മുടക്കരുത്, പ്രത്യേകിച്ചും നാഗദൈവങ്ങൾക്കുള്ളത്. തലമുറകളോളം അതിന്റെ ശാപം കിടക്കും. പിന്നെ തലമുറകളോളം അഡ്രസ് നോക്കി ഇരിക്കല്ലേ പാമ്പ് വന്നു കൊത്താൻ. നിനക്ക് പിന്നെല്ലാം പുച്ഛമല്ലേ. ഉന്തുവണ്ടി 3 കുടിയൊക്കെ സ്വന്തമായി കിട്ടിയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നിങ്ങളത് കണ്ട് സന്തോഷിക്കണ്ട. ഇരുന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ നിവർന്നു നിൽക്കാൻ ജലജകുമാരിക്ക് അറിയാം. ഓ ആയിക്കോട്ടെ രവി. നിന്റെ ഭാര്യയും എന്റെ ഭാര്യയും അഹങ്കാരത്തിന് കയ്യും കാലും തലയും മുളച്ച വിത്തുകളാ. അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ രവി ആ ചടങ്ങ് നടത്താൻ നോക്ക്. അതുകൊണ്ട് ഗുണമേ ഉണ്ടാവും. അത് ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനം എടുത്തോളാം. നിനക്കൊരടിക്കുള്ള സമയമായെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ കയ്യിൽ നിന്നല്ല, ഒടയതമ്പുരാന്റെ കയ്യിൽ നിന്ന്. നീ അത് ഇരന്ന് മേടിക്കുകയും ചെയ്യും. ഓ ആ ഞാനിപ്പോ വരാം. വെച്ചോ. അതെ രവിയേട്ടാ, സൂസന്നെ വിളിച്ചത്. എനിക്ക് അവളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഞാൻ ഒന്ന് പുറത്തു പോവുക. ഞാനും വരാൻ പൊന്നെ. വേണ്ട, രവിയേട്ടൻ ഇവിടെ സംസാരിച്ചിരിക്കും. ഞാനിപ്പോ വരാം. ശരി അമ്മേ. എന്താടാ ഇത്ര അത്യാവശ്യം? ഞാൻ അവിടെ വീട്ടിലായിരുന്നു. ഒരു വിധം രവിയേട്ടനെ ഒഴിവാക്കിയിട്ടാ വന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്ത അവസാനം അത് വലിയ കുഴപ്പത്തിലായിരിക്കും ചെന്ന് നിൽക്കുന്നത്. എല്ലാരെയും എപ്പോഴും മണ്ടന്മാരാക്കാൻ പറ്റത്തില്ലല്ലോ. വളരെ അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് പറയാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാശ് വേണം. അറിയാം, കാശാണല്ലോ മുമ്പിൽ നിൽക്കുന്നത്. കാശ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മാഡത്തിന് വേണ്ടി ജോലി ചെയ്തിട്ടാ. മാഡത്തിന് നിന്നേപ്പിൽ വിഴുങ്ങാൻ തക്കവണ്ണമുള്ള രഹസ്യങ്ങൾ ഞാൻ ഒളിപ്പിച്ച് പിടിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് മെയിലിംഗ് വേണ്ടാന്ന്. പറഞ്ഞു കേട്ടല്ലോ. എന്റെ മഹാരഹസ്യങ്ങൾ നീ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ
മനസ്സിജന്റെ പെങ്ങളെ നീയാണ് കൊന്നതെന്നുള്ള വലിയ രഹസ്യം എന്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അതറിയാലോ. മാഡം, 1 കൊന്നാലും 9 കൊന്നാലും കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഒരു തൂക്കുകയറ, അല്ലെങ്കിൽ മനസ്സിന്റെ കയ്യിലെ പിച്ചാത്തിപ്പിടി. രണ്ടും എനിക്കൊരുപോലെ. നീ കാര്യം പറ. എന്താ നീ വിളിച്ചത്? മാഡം, മനസ്സിന് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് എനിക്കൊരു തോന്നുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? എന്താണെന്ന് എനിക്കറിയില്ല മാഡം. അർത്ഥം വെച്ചുള്ള ചില സംസാരം, ചില ചോദ്യങ്ങൾ എന്നോട് അന്നത്തെ രാത്രിയെപ്പറ്റി പല പ്രാവശ്യം ചോദിച്ചു. എന്തു ചോദിച്ചു? അല്ല, അന്നത്തെ രാത്രി ഞാൻ എവിടെ പോയിരുന്നു, എന്തിനു പോയി എന്നൊക്കെ ചോദിച്ചു. ആ പൊട്ടിപ്പെണ്ണ് കണ്ടംപൂച്ച എന്ന് കിടന്ന് ബേളം വെച്ചതാ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. അവളെ നീ വിരട്ടി നിർത്തിയില്ലേ? വിരട്ടി നിർത്തി, എങ്കിലും അവളുടെ നാവല്ലേ അടങ്ങിയിരിക്കുവോ? ഒന്ന് സൂക്ഷിക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു മാഡം. എന്റെ മനസ്സങ്ങനെ പറയുന്നുവെങ്കിൽ മുമ്പിലൊരു അപകടം ഉറപ്പാ. സൂക്ഷിക്കണം, ഉറപ്പായിട്ടും. ശാരദാമ്മയുടെ മരണത്തിന് പിന്നിൽ നീയാണെന്ന് ഞാൻ മാത്രമല്ല, മാഡവും ഉണ്ട്. അറിയാവടാ. ചെയ്ത തെറ്റിൽ നിന്ന് മതികളെ ഒളിച്ചോടത്തൊന്നുമില്ല. അങ്ങനെയുള്ള ഭയവും ഇല്ല. ശാരദാമ്മയുടെ മരണത്തിന് പിന്നിൽ ഞാനും നീയുമാണെന്ന് മനസ്സിജൻ അറിഞ്ഞ അവിടുന്ന് നമ്മുടെ വീഴ്ച തുടങ്ങും. രണ്ടും കൽപ്പിച്ചൊരു കളിക്കിറങ്ങും മനസ്സിജൻ. കൂടെ അവന്റെ പെങ്ങൾ അല്ലിയെ കൊന്നത് നീയാണെന്ന് കൂടി അറിഞ്ഞ പിന്നെ തീർന്നു മോനെ കഥ. നീയും ഞാനും ഹിറ്റ് ലിസ്റ്റിൽ പെടും. ടാർഗറ്റ് 1, ടാർഗറ്റ് 2. ആരുടെ തല ആദ്യം വീഴുമെന്ന് നോക്കിയാ മതി. ആദ്യം വീഴാൻ യോഗ്യതയുള്ള തല നിന്റെ തന്നെ. കൂട്ടുകാരനായി കൂടെ നിന്ന് ചതിച്ചു എന്ന കൊടും പക അവന്റെ മനസ്സിൽ കാണും. എനിക്ക് പേടിയൊന്നുമില്ല മാഡം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിജൻ ആയുധം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ഇറച്ചിയിൽ കത്തി കയറും. പിടഞ്ഞു വീഴും എന്റെ മുമ്പിൽ മനസ്സിജൻ. അതിന് മാറ്റമൊന്നുമില്ല. എന്നിട്ട് കുട്ടിമണിയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. അത് നീ എന്തെങ്കിലും ചെയ്യും. കുട്ടിമണിയുടെ കുഞ്ഞില്ലാതാവണം. അത് ഈ ബഹളത്തിനിടയിൽ നമ്മൾ മാറ്റിവെച്ചൊരു കാര്യമാണ്. അതിനി താമസിക്കണ്ട. എന്തായാലും മുന്നിലുള്ളത് കൊട്ടിക്കലാശമാണെങ്കിൽ അടിച്ചു തന്നെ തീരട്ടെ. മാഡം, ഞാൻ 2 ദിവസത്തിനകത്തൊരു യാത്ര പോകും. ഞാൻ എങ്ങോട്ട് മാറിയെന്ന് പറഞ്ഞാലും മനസ്സിജനെ ഞാൻ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും. ഞാനില്ലാത്തപ്പോൾ അവൻ എന്തൊക്കെ ചെയ്യുന്നു, ആരെയൊക്കെ കാണുന്നു എന്നൊക്കെ എനിക്കറിയണം. ചിലപ്പോ അവൻ നമ്മളറിയാതെ നമുക്കെതിരെ ഒരു വലയുണ്ടാക്കുന്നു. മിണ്ടാതിരുന്ന് നമുക്ക് മീതെ ഒരു വീശുവലയേറിയ. ആയിക്കോട്ടെ, നീ ഒബ്സർവ് ചെയ്തു. ഞാനും എന്റേതായ രീതിയിൽ ഫോളോ ചെയ്യാം. എങ്കിലും മാഡം എനിക്ക് കുറച്ച് കാശ് തന്നാലും. കാശ് കാശ് കാശ്. നീ പോയി വണ്ടി കയറ്. ഞാൻ കാശും കെട്ടിവെച്ചോണ്ട് നടക്കൊന്നുമല്ല. ഇതിനകത്ത് ATM മെഷീനും ഇല്ല. ഞാൻ എവിടെന്നെങ്കിലും എടുത്തു തരാം. നീ കയറി വന്നു. താങ്ക്സ് മാഡം. ഞാൻ പോയി കാശെടുത്തിട്ട് വരാം. നീ ഇവിടെ ഇരിക്കും. ഓ ശരി മാഡം. നീ വണ്ടിക്കകത്ത് തന്നെ കുടിയിരിക്കുവാണോ? കാശൊന്നും വേണ്ടേ? പിന്നെ മാഡത്തിനോട് സഞ്ചരിക്കുമ്പോ പോകാനേ തോന്നുന്നില്ല. ശിവ, വേണ്ട. കൂടുതൽ പഞ്ചാര വർത്തമാനൊന്നും വേണ്ട. അത് ഞാൻ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ പറഞ്ഞതാ. മതികല ആരെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ആയുധമായിട്ടാ. അതല്ലാതെ അവരുടെ പ്രേമവും പ്രണയവും കരുതലും ഒന്നും മതികലയ്ക്ക് വേണ്ട. മനസ്സിലായോ? ഒരുത്തനെ മനസ്സറിഞ്ഞ് പ്രേമിച്ചതാ. അതിനുള്ളത് കിട്ടി. ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പകയാ എനിക്ക് എല്ലാവരോടും. അയ്യോ എന്റെ പൊന്നു മാഡം, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. മാഡത്തെ പ്രേമിക്കാൻ തക്ക ധൈര്യമൊന്നും എനിക്കില്ല. അത്തരമൊരു സാഹസത്തിന് ഞാൻ മുതിരയൊന്നുമില്ല. കാശ് തന്നാട്ടെ. ദാ 20 രൂപയുണ്ട്. ഇതുകൊണ്ട് മാറി നിൽക്കാൻ പറ്റുന്നിടത്തേക്ക് നീ മാറി നിന്നാ മതി. എങ്ങോട്ടാ നീ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും അമ്പലത്തിൽ പോയിരിക്കാം മാഡം. ഒരുപാട് ആളുകൾ വരുന്നിടത്ത് സമാധാനമായിട്ടിരിക്കാം. നമുക്ക് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഏതെങ്കിലും സുഖവാസ കേന്ദ്രത്തിലൊക്കെ പോയിക്കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. കയ്യിലെ കാശ് തീരുകയും ചെയ്യും. നമ്മളവിടെ സേഫ് ആയിരിക്കേയില്ല. നീ എന്തെങ്കിലും ചെയ്യും. നിന്റെ തല, നിന്റെ ഭാവി, നിന്റെ വിധി. അത് ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പോലീസിന്റെയോ മനസ്സിന്റെയോ വായിൽ കൊണ്ട് തലവെച്ചിട്ട് മതികലയുടെ പേര് പറയാൻ നിൽക്കരുത്. തീരെ നിലനിൽപ്പില്ലെങ്കിൽ മാത്രമേ ഞാൻ മാഡത്തിന്റെ പേര് പറയൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് തീർക്കും. ഒന്നുകിൽ ഞാൻ പ്രശ്നങ്ങളെല്ലാം തീർക്കും, അല്ലെങ്കിൽ മനസ്സിനെ തീർക്കും.
ഒരു കാരണവശാലും മനസ്സജന് സംശയം തോന്നുന്ന രീതിയിലൊന്നും സംസാരിക്കരുത്. മനസ്സജൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവന്റെ ഉള്ളിൽ എന്താണെന്ന് നീ ചോർത്തിയെടുക്കണം. അറിയാം മാഡം, അവനെ വിശ്വസിപ്പിക്കാൻ എനിക്ക് എളുപ്പമാണ്. കുട്ടിക്കാലം മുതൽ അടുത്തറിയാവുന്ന ആളല്ലേ ഞാൻ. നിനക്കെന്നെ വിശ്വാസം ഇല്ലടാ എന്ന് ഞാനൊന്ന് വിങ്ങി പൊട്ടിയാ മതി, അവിടെ തീർന്നു എല്ലാം. അവിടെ വീഴും അവൻ. വച്ചോ, ഞാൻ വീണ്ടും പറയുക, ഇനി ഇങ്ങനത്തെ അർജന്റ് മീറ്റിങ്ങുകൾക്ക് എന്നെ വിളിക്കരുത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കുന്നുണ്ടല്ലോ നീ. വേണം. ആ പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഓ, നീ ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. ആ മൈലെന്ന് പറയുന്ന പെണ്ണെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട്. ഗുഡ്. തമിഴ്നാട്ടിലെ ചില സോഴ്സുകളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വിവരോടനെ കിട്ടും. എന്റെ അച്ഛനുമായിട്ട് അവക്കെന്തെങ്കിലും ബന്ധം ഉണ്ടോന്നും കൂടെ തിരക്കണം. ശരി, തിരക്കാം. മനസ്സജനും കുട്ടിമണിക്കും ഒരു ഷെൽട്ടർ കൊടുത്ത് സംരക്ഷിക്കാൻ എന്റെ അച്ഛൻ വരണമെങ്കിൽ അത് അയാളുടെ മനസ്സിൽ സ്വയം രൂപപ്പെട്ടൊരു തീരുമാനമായിരിക്കത്തില്ല. പിന്നെ അയാൾക്ക് മീതെ ആരോ ഉണ്ട്. അയാളെ ഉപദേശിക്കാനും പറഞ്ഞു മനസ്സിലാക്കി കാര്യം നടത്താനും ഒരാൾ. അത് അവളായിരിക്കോ? തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ മൈലമ്മ? വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ തേടി വരുന്ന മകൾ, രഹസ്യ ഭാര്യയിലുണ്ടായ കുട്ടി, ഇതൊക്കെ പഴകി തേഞ്ഞ് ചീഞ്ഞു പോയ പഴയ കഥകളാ. അതുകൊണ്ട് ആ വഴിക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ തമിഴ്നാട്ടില് എന്റെ അച്ഛന് എന്തോ ഒരു ബന്ധമുണ്ട്. കണ്ടുപിടിക്കാം മാഡം. മാഡം, മനസ്സജൻ എവിടെ? അവൻ നിന്നെ കണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഫോൺ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് പോയി വിളിക്കൂ. ഓക്കെ മാഡം. ഹലോ മാഡം. ഓ, നീയോ? എന്തുണ്ട് വിശേഷം? ഇന്ന് എവിടെ കുടിയൊഴിപ്പിക്കാൻ ഇറങ്ങിയതാ? നീ അധികം ഞെളിയണ്ട. നിന്നെ കുടി ഒഴിപ്പിക്കണമെങ്കിൽ മതികല്ല കുടി ഒഴിപ്പിച്ചിരിക്കും. അത് പണ്ട്. ഇപ്പൊ നീ എന്റെ മുമ്പിൽ വാചകം അടിച്ച അണപ്പല് തെറിപ്പിക്കും ഞാൻ. പിന്നത്തേക്ക് മാറ്റി വെക്കത്തില്ല. നീ ആരെയാ എത്തി എത്തി നോക്കുന്നത്? അത് എനിക്ക് സൗകര്യമുള്ളവരെ എനിക്കിത് നോക്കിക്കൂടെ? അതും കൊള്ളാം. എന്റെ കണ്ണുകൾ എന്റെ സ്വന്തമല്ലേ? മതികലയുടെ കണ്ണുകൾ വെറും കണ്ണുകളല്ലല്ലോ, ചെത്തിക്കൂർപ്പിച്ച് മിനുക്കി വെച്ച ആയുധങ്ങളല്ലേ. മനസ്സൊരായുധപ്പുരയും. അതേടാ, ആരൊക്കെ ഇനി നിൽക്കുന്ന നിപ്പിൽ വെടിച്ച് ചിതറി പോകുന്നു നീ കണ്ടോ? നിറയെ മൈനുകൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു യുദ്ധഭൂമിയിലൂടെയാ നീ നിന്റെ കുട്ടിമണിയെ കൊണ്ടിപ്പം നടക്കുന്നത്. ഏത് നിമിഷവും നിൽക്കുന്ന നിൽപ്പിൽ ശും ഭൂം. ഒന്ന് പോടി. മിസൈലും മൈനും കൊണ്ട് വന്നേക്കുന്നു. എടി, നിന്റെ അപ്പൻ സമ്പാദിച്ച വീട്ടിലാ ഞാനിപ്പോ എന്റെ കുട്ടിമണിയെ കൊണ്ട് അന്തി ഉറങ്ങുന്നത്. പ്രശ്നങ്ങൾക്കും ഇല്ലായ്മകൾക്കും ഇടയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത്. എടി, അതിനും ഒരു സുഖമുണ്ടടി. എതിരാളിയുടെ മുതുകത്ത് പായ വിരിച്ചു കിടക്കുന്ന ഒരു സുഖം. ഓഹോ, അപ്പൊ മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെ സർവ്വ സൈന്യാധിപനായി എനിക്കെതിരെ പടയ്ക്കൊരുങ്ങുകയാണല്ലേ നീ? അങ്ങനൊരു പോസ്റ്റ് നിന്റെ അച്ഛൻ ഇതുവരെ എനിക്ക് ഓഫർ ചെയ്തിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനൊരു പദവി മനസ്സിന് വന്നാൽ ഞാൻ ചിലപ്പോൾ അത് സ്വീകരിച്ചൊന്നും വരും. ആദ്യത്തെ വെട്ട് നിനക്ക് കിട്ടുകയും ചെയ്യും. നീ ഞൊട്ടും. മതികലയെ പൂർണ്ണമായും മനസ്സിലാക്കി എന്നുള്ള നിന്റെ ധാരണ വെറും അബദ്ധധാരണയാ മനസ്സിജ. എത്ര ഖനനം ചെയ്താലും നിനക്കത് കണ്ടെത്താൻ കഴിയില്ല മതികലയുടെ മനസ്സിന്റെ ആഴം. എടീ, 10-100 രൂപ കൊടുത്താ പച്ചിരിമ്പിന്റെ നല്ല പിച്ചാത്തി കിട്ടും. അത് വാങ്ങിച്ച് ഞാനൊരു കയറ്റിയാലേ നിന്റെ നെഞ്ചും കൂടിന്റെ അളവ് ഞാൻ കൃത്യമായിട്ട് അളന്ന് പറയാം. 1 അടിയാണോ 1.5 അടിയാണോ എന്ന്. എടാ, നിന്റെ സമയം അടുത്തു. അതാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്ന് വെച്ചാ നീ ആരാടി? യമധർമ്മന്റെ ഭാര്യയോ? ആളെ കൊല്ലാൻ കരമടച്ച പാസ് നിന്റെ കയ്യിലാണെന്ന് നീ കരുതല്ലേ മതി. നിന്റെ മൂക്കിലേക്ക് കയറുന്ന ഓക്സിജൻ തിരിച്ചു വരുന്നില്ല എന്ന് തീരുമാനിച്ചാ തീർന്നു മതികല എന്ന മഹാപ്രസ്ഥാനം. അവനവന്റെ കുഴിമാടത്തിലേക്കുള്ള യാത്രയാ മതി ജീവിതം. അതാദ്യം തിരിച്ചറിയ നീ. നീ എന്നെ ജീവിതം പഠിപ്പിക്കണ്ട. ജീവിതത്തിന്റെ സുഖം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടാ. പക്ഷെ മരണത്തിന്റെ സുഖം നിന്നെ ഞാൻ പഠിപ്പിക്കാം. ഇത്രയും കാലം പന്ത് നിന്റെ കോർട്ടിലായിരുന്നു. ഇനിയിപ്പോ പന്ത് മനസ്സിന്റെ കോർട്ടില. ഇനി നിന്നെ ഞാൻ കളി പഠിപ്പിക്കാൻ മതി. ട്രിപ്പിളിങ്ങും ചിപ്പിങ്ങും സേവിങ്ങും എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. മതികലയുടെ മഹാ ഡിഫൻസിനെതിരെ എന്റെ നിരയിലെ ഗോൾ കീപ്പറും ഡിഫൻഡറും മിഡ്ഫീൽഡറും സ്ട്രൈക്കറും
പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടും ഈ മനസ്സിജൻ തന്നെയാടി. ഗോൾ അടിച്ചിരിക്കും മനസ്സിജൻ. അല്ലെങ്കിൽ നീ സെൽഫ് ഗോൾ അടിക്കുന്നത് ഞാൻ കാണും. ഓപ്പൺ ഫൈറ്റ് തുടങ്ങുമല്ലേ നീ? സംശയം എന്ത്? എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നുള്ള മോഹം ഞാനങ്ങ് വിട്ടു. നീ കൂടുതൽ കയറി കളിച്ചതുകൊണ്ട്, വിടാതെ പിന്തുടർന്ന് നോവിച്ചതുകൊണ്ട്. ഇനി കഥയുടെ കുരുക്ഷേത്ര ഭൂമിയിലാ നീ. കവചകുണ്ടലങ്ങളില്ലാതെ യുദ്ധത്തിന് ഇറങ്ങരുത് മനസ്സിജ. മതികലയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് തീരും നീ. ആവനാഴിയിൽ അമ്പുകൾ നിറച്ചാടി മനസ്സിജൻ പടക്കിറങ്ങുന്നത്. നിന്നെ ശരശയിൽ കടത്താൻ ഞാൻ ഊരിവെച്ചൊരു പടച്ചട്ടയുണ്ട്. അത് ഞാനങ്ങ് എടുത്തിടുക. പണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതുപോലെ എന്റെ തേര് തെളിക്കുന്നത് ഭഗവാനാ. ജയിക്കുന്നുള്ളത് നിന്റെ തോന്നല് മാത്രമാ മനസ്സിജ. ദൈവത്തെ പൂട്ടും മതികല. പണം കൊടുത്തും മറിക്കും ഞാൻ. യുദ്ധഭൂമിയിൽ ശരശയിൽ കിടക്കുന്നത് നീയായിരിക്കും. നമുക്ക് കാണാം. സ്വച്ഛന്ത മൃത്യുവാണടി മനസ്സിജന്. ഞാൻ തീരുമാനിക്കും എന്റെ മരണസമയം. ഭഗവാൻ കൃഷ്ണനും അർജുനനും ചേർന്ന് വേണം നമ്മളെന്നാ. നീ കേട്ടിട്ടുണ്ടാവില്ല, എത്ര യോഗീശ്വര കൃഷ്ണ തത്ര പാർത്ഥോ ധനുർധര. കേട്ടിട്ടുണ്ടോ? ഭഗവത്ഗീതയെ പറയുന്നതാ. നിനക്കെന്ത് ഭഗവത്ഗീത, എന്ത് ഭഗവാൻ? എടി അർത്ഥം പറഞ്ഞു തരാം. ഒരു യോഗിയെ പോലെ സമാധാനപ്രിയനായ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വേണം. അതുപോലെ തന്നെ ധനുർധാരിയായ ആയുധധാരിയായ അർജുനനും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും ചേർന്നൊരു പോരാളിയായി ഈ മനസ്സ് ഞാൻ മാറുകയാണെന്ന്. തലോടേണ്ടടുത്ത് തലോടും, തല്ലി തകർക്കേണ്ടത് തല്ലി തകർക്കും. മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയാണ് നിന്റെ തേര് തെളിക്കുന്ന ദൈവമെങ്കിൽ ആദ്യം ചാവുന്നത് ആ ദൈവം തന്നെ ആയിരിക്കും. സംശയം വേണ്ട നിനക്ക് അക്കാര്യത്തില്. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ഇതുവരെ? എടി, എല്ലാ കാലത്തും ജയിച്ചു നിൽക്കാൻ പറ്റത്തില്ല നിനക്ക്. ഇത്രയും കാലം നിന്റെ വാഴ്ചകളുടെ കാലമായിരുന്നെങ്കിൽ ഇനി വീഴ്ചകളുടെ കാലമാ മതി. ചെയ്തു പോയ എല്ലാ പാപങ്ങളും കാലത്തിന്റെ തീക്കനൽ കട്ടകൾക്ക് മീതെ മുട്ടുകാലിൽ നിന്ന് നീ ഏറ്റുപറയും. നിന്റെ കണ്ണുനീരുകൊണ്ട് ചോരക്കറകൾ നീ കഴുകിക്കളയും. പോടാ ചിരിപ്പിക്കാതെ. നിന്റെ പെങ്ങളുടെ മരണത്തിന് കാരണക്കാരനായ ഒരാളുടെ ഔദാര്യത്തില് അന്തി ഉറങ്ങുന്നവനാ നീ. അവളുടെ ചാവിന്റെ കൂലിയാടാ നിനക്കെന്റെ അച്ഛൻ തന്നിരിക്കുന്ന ആ വീട്. അല്ലിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം തേടി പോവുക ഞാൻ. പറഞ്ഞേര് നിന്റെ സഞ്ജയനോടും പോലീസ് അങ്കിളിനോടും, ജയസേൻ എന്ന് പറയുന്ന നരിയോട്. ജയസേനെങ്കിൽ ഡിവൈഎസ്പിയാ, അത് നീ ഓർത്തോണം. തൊട്ടാലേ കത്തി കരിഞ്ഞു പോവും. എന്താടി, നിന്റെ അങ്കിളിന്റെ അണ്ണാക്കിലൂടെ 10,000 വോൾട്ടിന്റെ കറണ്ട് കമ്പി വലിച്ചിട്ടുണ്ടോ ദൈവം? തൊടുന്നവൻ നിന്ന നെൽപ്പി കരിഞ്ഞു പോവാൻ. അവൻ പോലീസ് സർവീസാണെങ്കിൽ മനസ്സിജൻ പവർ സർവീസാ. ഇനി നമുക്കിടയിൽ വെല്ലുവിളികൾക്കും താക്കീതുകൾക്കും സ്ഥാനമില്ല, സമയമില്ല. നാവുകളുടെ പോരാട്ടം കഴിഞ്ഞു. ഇനി ശബ്ദിക്കുന്നത് ആയുധങ്ങളാ. ടൈം ഫോർ ആക്ഷൻ. എടി, പണി കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി എക്സ്പയറി ഡേറ്റും വെച്ച് മനസ്സിന് അങ്ങോട്ട് ഇറങ്ങുക. അവസാനമേ നിന്നെ വീഴ്ത്തു. കാരണം കൂടെ നിന്നവരും കൂട്ടുപിടിച്ചവരും വീഴുന്നത് നീ കാണണം. അവസാനം നീ വീണ് കിടക്കുമ്പോ കാണാനും ആചാര വെടിപൊട്ടിച്ച് യാത്രയാക്കാനും ഞാൻ വരും. ഞാൻ മാത്രമല്ല, എന്റെ കുട്ടിമണിയും കാണും കൂടെ. അവളുടെ കയ്യിൽ ഞങ്ങളുടെ കുഞ്ഞുമണിയും ഉണ്ടാവും. എന്നാ പിന്നെ വരട്ടേടി മതികല മോളെ. കുട്ടിമണി, ഞാൻ പറഞ്ഞതല്ലേ ചൂല അവിടെ വെക്കാൻ. പറഞ്ഞു, അത് ഞാൻ തൂത്തോളാന്ന് പറഞ്ഞതല്ലേ. അതെ, പക്ഷെ എനിക്ക് ഇതൊക്കെ അറിയാം. കണ്ടില്ലേ ഞാൻ തൂട്ടത്? പിന്നെ മനുഷ്യൻ പറഞ്ഞായിരുന്നു പിത്തലെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കരുതെന്ന്. അപ്പൊ ഞാൻ പിത്തലെ കൊണ്ട് ഈ മുറ്റമൊക്കെ തൂപ്പിച്ചാലേ മനുഷ്യൻ എന്നെ മയക്കു വരത്തില്ലേ? ഇതാ ഓലപ്പാമ്പ്, ഇതോലക്കാറ്റാടി, ഇതോലത്തത്തമ്മ, പിന്നെ ഇത് ഓലമോതിരം. അതെ, ഇതൊക്കെ എനിക്കാണോ? കുട്ടിമണിക്കല്ല, ഇത് കുഞ്ഞിമണിക്ക്. നീ കേട്ടോ? നീ
ഒരുപാട് ഓലക്കലിപ്പാട്ടം കൊണ്ടുവന്നിരിക്കുന്നു. ദേ പിത്തള. അമ്മ ഇത് മേടിച്ചു വെച്ചേക്കാവേ, ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാവേ. മോൾ വരുമ്പോ തരാട്ടാ. ഓ ഇല്ല കേട്ടോ ഇല്ല ഞാൻ നോയിക്കോളാം ഒന്നും നശിപ്പിക്കത്തില്ല. കല്ലിപ്പെന്നെ. മുറ്റം തൂക്കാന്ന് പറഞ്ഞ് നോക്കിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇതെന്താ മുറ്റത്ത് ചൂലോണ്ട് പടം വരയ്ക്കായിരുന്നു? ഓ പിത്തളെ, അത് പിന്നെ ഞാൻ ഈ കുഞ്ഞാനോട് ഇങ്ങനെ ചുമ്മാ സമ്മാനിച്ചു. ഏതാണ്ട് മുട്ടായുക്തി ആലോചിക്കുക അല്ലേ? മുട്ടായി കുട്ടിയാ? അത് കുട്ടിമണി. കുട്ടിമണിക്കിന് ഞാൻ ഇടുന്ന പേരാ മുട്ടായി കുട്ടി. നല്ല പേരല്ലേ? എപ്പോഴും മുട്ടായി തിന്നുന്ന കുട്ടി, മുട്ടായി കുട്ടി. നല്ല പേരൊക്കെയാ, എന്നാലും ആ പേരേ നമുക്ക് കുഞ്ഞുമണിച്ചു കൊടുക്കാം. എന്റെ ചേരൂലേ? കുഞ്ഞുമണിക്കും ചേരും. കുഞ്ഞുമണിയെയും മുട്ടായി കുട്ടി എന്ന് വിളിക്ക. കുട്ടിമണിക്ക് വിശക്കുന്നുണ്ടോ? പിച്ചള ചോറെടുത്ത് തരാം. എനിക്ക് വിശക്കുന്നുണ്ടോന്ന് ചോദിച്ചാലേ വയറ്റിനകത്തേ ഇടയ്ക്കിടയ്ക്ക് വെയിലടിക്കുന്ന പോലെ തോന്നും. അതെന്നതാ പിത്തളെ? അതാണ് വിശപ്പ്, വയറെരിയുന്നത്. ഇപ്പൊ വെയിലടിക്കുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് വേണ്ട. ഞാൻ ഇത്തിരി നേരമേ ഇവിടെ ഇങ്ങനെ ഇരിക്കാം, പിത്തള മുറ്റം തൂച്ചുന്നത് കാണാൻ. ഇനി മുറ്റം തൂക്കാനെന്താ, മൊത്തം കൊളാക്കിട്ടേക്കല്ലേ? പിന്നെ ഇനി പിച്ചള കുട്ടിമണിക്കൊരു കാര്യം കൊണ്ടു തരുന്നുണ്ട് കേട്ടോ. അതെന്നാ? നല്ല മഞ്ഞ നിറമുള്ള പൂക്കളുണ്ടാവുന്ന ഒരു റോസാ ചെടി. അതിവിടെ മുറ്റത്ത് നട്ടുവെച്ചിട്ട് എന്നും വെള്ളക്കൊഴിക്കണം കേട്ടോ. അപ്പൊ അതിലിങ്ങനെ ഓരോ റോസാപ്പൂ വരും. മഞ്ഞ റോസാപ്പൂ? അതെ, മഞ്ഞ റോസാപ്പൂ വരുമ്പം കുട്ടിമണിക്ക് എപ്പോഴും പിത്തളയെ ഓർക്കാം. എന്നിട്ട് കുഞ്ഞുമണി വരുമ്പം അതിൽ നിന്ന് ഓരോ പൂ പറിച്ച് കുഞ്ഞുമണിയുടെ മുടി പീലിക്കെട്ടായി കെട്ടി അതിൽ വെച്ചു കൊടുത്തിട്ട് പറയണം, എന്നാ പറയണോ? നിന്റെ തലയിലിരിക്കുന്ന റോസാപ്പൂ അന്ന. ഓ എന്റെ കുട്ടിമണി, അതല്ല. പണ്ട് പിച്ചള എന്നൊരു മാമനുണ്ടായിരുന്നെന്നും ആ മാമൻ തന്ന റോസാ ചെടിയിലുണ്ടായ പൂവാണ് തലയിലിരിക്കുന്നതെന്നും പറയണം. അപ്പൊ പിത്തളേന്ന് ചത്തുകളയാൻ പോവാനോ? ഓ ഭഗവാനേ, അത് നല്ല ചോദ്യം. അല്ല, അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, പിത്തള അങ്ങനെ വന്നപ്പോഴേ ഞങ്ങൾ ഇട്ടിട്ട് പോവാണെന്ന് തോന്നി. ഞങ്ങൾ ഇട്ടിട്ട് പോലെ പിത്തള. എനിക്കും മനുഷ്യനും എന്റെ കുഞ്ഞുമനുഷ്യനും ആരുമില്ല. ഇട്ടിട്ട് പോലെ പിത്തള. മനസ്സുജനും കുട്ടിമണിക്ക് ആരുമില്ലാന്ന് ആരാ പറഞ്ഞത്? ഞാനുണ്ടല്ലോ, അതുപോരെ. അത് മതി. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിക്കാനാ എന്തു വേണം? സോപ്പ് വേണം. മനസ്സുജനും കുട്ടിമണിക്ക് ആരുമില്ലാന്ന് ആരാ പറഞ്ഞത്? ഞാനുണ്ടല്ലോ, അതുപോരെ. അത് മതി. പിന്നെ മനുഷ്യൻ പറഞ്ഞു ദൈവം ഉണ്ടെന്ന്. ഇപ്പൊ പിത്തളയുണ്ട് അല്ലേ? അതാണ്, പിച്ചളയും ഉണ്ട്. അപ്പം റോസാ ചെടി എന്ന് വരും? ഓ കുഴഞ്ഞു, പറയണ്ടായിരുന്നു. ഇനിയിപ്പൊ അത് തരുന്നവരെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ? അതെ, അത് മഞ്ഞ നിറമുള്ള ചുവന്ന റോസാപ്പൂവേ കാണാനുള്ള കൊതി കൊണ്ടാ. മഞ്ഞ നിറമുള്ള ചുവന്ന റോസാപ്പൂവോ? റോസ് എന്ന് പറഞ്ഞാ എല്ലാ റോസും ചുമലല്ലേ, അപ്പൊ മഞ്ഞ നിറമുള്ള ചുവന്ന റോസാപ്പൂ. സമ്മതിച്ചു എന്റെ കുട്ടിമണി. കുട്ടിമണിക്ക് കുട്ടിമണിയുടേതായ കുറെ കാഴ്ചപ്പാടുകളുണ്ട്, കുറെ കണ്ടെത്തലുകളും ഉണ്ട്. സമ്മതിച്ചു. അതെ, നമുക്ക് കുഞ്ഞുമണിയെ ഒരു പാട്ട് പാടി കേൾപ്പിച്ചാലോ? പാട്ടാ? എന്നാ പാട്ടാ? അമ്പി പശുവിന്റെ പാട്ടാണല്ലേ എനിക്കറിയാം, പുലാവിന്റെ പാട്ടാണല്ലേ എനിക്കറിയാം, പൂമ്പാറ്റയുടെ പാട്ടാണല്ലേ എനിക്കറിയാം, കരിങ്കണ്ടൻ കണ്ണപൂച്ചയുടെ പാട്ടാണല്ലേ എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ഇല്ല, കണ്ണപൂച്ചയുടെ പാട്ട് എനിക്കറിയത്തില്ല. അതെന്താ കണ്ടം പൂച്ച എന്ന് പറയുമ്പോ കുട്ടിമണിക്കൊരു പേടി? പേടിയൊന്നുമില്ല. ഞാൻ ആ പാട്ടങ്ങും മറന്നുപോയി, അതുകൊണ്ടാ. പിത്തളെന്നെ പഠിച്ചു, ഞാൻ കേട്ടോളാം. എന്താ? ഞാൻ പാടാവേ. ഒരു പഴയ നാടൻ പാട്ടാ. എന്നാ പാട്ടാ? നാടൻ പാട്ടോ? ഒന്നുമില്ല, ഒരു പഴയ നാടൻ പാട്ടാ. ആലായാൽ തറ വേണം. ആൽത്തറ, ആലിന്റെ തറ. കുട്ടിമണി പാട്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം. അല്ല പിത്തളെ, ഈ അമ്പത്തി പായസമൊക്കെ കിട്ടുവോ? കിട്ടും.
എന്നാ അമ്പലം അവിടെ തന്നെ ഇരുന്നോട്ടെ, പൊളിച്ചു കളയണ്ട. പായസം കിട്ടുന്ന അമ്പലല്ലേ? ഓ കുട്ടിമണി ഇത് ശ്രദ്ധിച്ചു കേട്ട് പാട്. ആ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. എന്തിനാ കുട്ടിമണി കുളം? കൊളാക്കാൻ. അല്ല കുളിച്ചാൻ. മിടുക്കി. ഇനി ഞാൻ ബാക്കി പാടുന്നത് ശ്രദ്ധിച്ചു കേട്ടോളാം. ശ്രദ്ധിച്ചേക്കാം. പാട് പാട്. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിക്കാനായി എന്തു വേണം? സോപ്പ് വേണം. ഓ എന്റെ കുട്ടിമണി, കുളിക്കാനല്ലേ കുളം? അപ്പൊ പാടേണ്ടത് അങ്ങനെയല്ലേ? കുളിക്കാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. ചെന്താമര എനിക്കും വേണം പിത്തലെ. പറഞ്ഞപ്പോഴാ ഞാനോട്ടെ എനിക്ക് താമര പോണ്ടോ. പാട്ട് ഞാൻ നിർത്തി. മനസ്സിജന എപ്പ വരുവോ? പിത്തലെ പാട് പാട്. എന്തിനാ നിർത്തിയ? പാട് പാട് പാട്. പാടാം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിക്കാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം. മനുഷ്യ, ഈ പിറ്റലുണ്ടല്ലോ എനിക്ക് പാട്ട് പാടി തരുമായിരുന്നു. പിന്നെ നോക്കി നോക്കി ഈ സാധനങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കിട്ടുണ്ട്. അത് ശരി, കൊള്ളാലോ. അതെ, ഉണ്ണിയപ്പം മേടിച്ചോ? ഉണ്ണിയപ്പം കിട്ടിയോ? കിട്ടി. മസാല ദോശയും കിട്ടി. നോക്കട്ടെ, ഞാനേ വിശക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമായിരുന്നു. മനുഷ്യരുണ്ടായാലും അന്നേരം തന്നെ കൊണ്ടുവന്നല്ല. ഞാൻ പോയി കഴിച്ചോട്ടെ. പിത്തലേ, ഈ പാട്ട് എന്നൊക്കെ പിന്നെ പഠിച്ചാട്ടാ. ഞാൻ ഉണ്ണിയപ്പം തിന്നാൻ പോവാ. പാട്ടൊക്കെ പിന്നെ പഠിച്ച. പാട്ട് പഠിത്തു വരുന്ന രണ്ടും കൂടെ ഒന്നും പറയണ്ട ബായി. മുറ്റം തൂക്കാനായി ചൂലും കൊണ്ടിറങ്ങി. കിളച്ചിളക്കി ഞാറ് നടാൻ പരുവത്തിലാക്കിയാന് അന്നേരത്തേക്ക് ഞാൻ പിടിച്ചവിടെ നിർത്തി.